സുഹൃത്തുക്കളെ, ഇതെന്ത് സംഭവം നിങ്ങൾ നമ്മുടെ കരുവാരകുണ്ട് ഗ്രാമപഞ്ചായത്തിൽ കമ്പ്യൂട്ടർ വിതരണം നടന്നിരുന്നു. ലാപ്ടോപ്പ് വിതരണം, SC വിഭാഗത്തിൽപ്പെട്ട വിദ്യാർത്ഥികൾക്കുള്ള കമ്പ്യൂട്ടർ ലാപ്ടോപ്പ് വിതരണം. അപ്പൊ അതിൽ അർഹതപ്പെട്ടവർക്ക് കിട്ടിയില്ല എന്നുള്ള ഒരു പ്രതിഷേധം ഉയർന്നിരുന്നു. അതിന്റെ ഒരു ഭാഗമായിട്ട് തന്നെ ഇന്ന് യൂത്ത് ലീഗ് പഞ്ചായത്ത് പ്രസിഡന്റിനെ തടഞ്ഞു വെക്കുകയും മുദ്രാവാക്യം വിളിച്ച് പ്രതിഷേധിക്കുകയും ചെയ്തു. അതിന്റെ അടിസ്ഥാനത്തിൽ പോലീസ് വന്ന് ബലം പ്രയോഗിച്ച് അവരെ തടഞ്ഞ് പുറത്താക്കുകയും ചെയ്തു. അപ്പൊ അതിന്റെ ഒരു വിവരമാണ് നിങ്ങളുമായി പങ്കുവെക്കുന്നത്. അതുപോലെ തന്നെ ഇതിന്റെ വിവരം എന്താ എന്നുള്ളത് അഡ്വക്കേറ്റ് ബാദുഷയും അതുപോലെ തന്നെ ആദിലും പറയുന്ന കാര്യങ്ങൾ. കരുവാരകുണ്ട് പഞ്ചായത്ത് യൂത്ത് ലീഗാണ് പ്രതിഷേധ പ്രകടനം നടത്തി പഞ്ചായത്ത് ഓഫീസിൽ ഇരുന്നത്. കരുവാരകുണ്ട് പഞ്ചായത്ത് ഭരണസമിതിയുടെ ഏറ്റവും അവസാനത്തെ അഴിമതിയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. പഞ്ചായത്ത് ഏതെങ്കിലും ഒരു പദ്ധതി പ്രഖ്യാപിച്ചിട്ടുണ്ടെങ്കിൽ അതിൽ മുഴുവൻ അഴിമതിയാ. മുട്ടക്കോയി മുതൽ ഇപ്പതാ ലാപ്ടോപ്പ് വരെ നീണ്ടു നിൽക്കുന്ന അഴിമതിയാ. ഏത് പരിപാടി നടത്തിയാലും പാലത്തിന് പൈന്റ് അടിച്ചാൻ വേണ്ടിയിട്ട് അതിന് 1 ലക്ഷം രൂപ വകയിരുത്തിയിട്ടുണ്ട്. അതിന് അഴിമതി. ഇവിടെ കുളത്തിന്റെ പേരിൽ അഴിമതി, ലാപ്ടോപ്പ് വിതരണത്തിന്റെ അഴിമതി, മുട്ടക്കോയി വിതരണത്തിൽ അഴിമതി. എന്തൊക്കെ പഞ്ചായത്ത് പ്രഖ്യാപിക്കുന്നു ഇതിൽ മുഴുവൻ അഴിമതി നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇതിൽ ഏറ്റവും വലിയ കാര്യം എന്നുള്ള ലിസ്റ്റ് 41 ആളുകളുടെ ലിസ്റ്റ് 2023-24 വർഷത്തെ ഈ നാട്ടിലെ SC/ST വിഭാഗത്തിൽപ്പെട്ട ഏറ്റവും സാധാരണക്കാരായിട്ടുള്ള പാവപ്പെട്ട വിദ്യാർത്ഥികൾ, ആ വിദ്യാർത്ഥികളുടെ പഠനത്തിന്റെ ആവശ്യത്തിന്റെ ഭാഗമായിട്ട് അവർക്ക് സർക്കാർ നൽകുന്ന ഈ ലാപ്ടോപ്പ്, ആ ലാപ്ടോപ്പിന് 41 അംഗ ലിസ്റ്റ് പ്രസിദ്ധീകരിക്കുകയും ആ ലിസ്റ്റിൽ 16 ആളുകൾക്ക് കൊടുത്തു എന്നാണ് പഞ്ചായത്ത് പറയുന്നത്. എന്നാൽ 16 ആളുകൾക്ക് കൊടുക്കുമ്പോൾ 11ാമത്തെ ആൾക്ക് ലാപ്ടോപ്പ് കിട്ടുന്നില്ല, 3ാമത്തെ ആൾക്ക് ലാപ്ടോപ്പ് കിട്ടുന്നില്ല. മറിച്ച് CPM-ന്റെ നേതാവായിട്ടുള്ള വീട്ടിൽ മുഴുവൻ ഗവൺമെന്റ് ഉദ്യോഗസ്ഥരുള്ള CPM-കാരന്റെ വീട്ടിലേക്ക് 2 ലാപ്ടോപ്പ് പോയിട്ടുണ്ട്. ഒരു ലാപ്ടോപ്പ് അപേക്ഷിക്കാത്ത ആളുകൾക്ക് പോയിക്കൊണ്ട് രാത്രി പോയി ആ ലാപ്ടോപ്പ് തിരിച്ചു മേടിക്കുന്ന ഒരവസ്ഥ പഞ്ചായത്തിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. ഇങ്ങനെ മുഴുവൻ 10 ലക്ഷം രൂപ വകയിരുത്തിയെന്നാണ് പറയുന്നത്. നിങ്ങളൊന്ന് മനസ്സിലാക്കണം, 10 ലക്ഷം രൂപയാണ് 16 ലാപ്ടോപ്പിന് വകയിരുത്തിയിട്ടുള്ളത്. അങ്ങനെ 10 ലക്ഷമാണെങ്കിൽ 62,500 രൂപ വേണ്ടി ഒരു ലാപ്ടോപ്പിന്. ഇവിടെ കൊടുത്തിട്ടുള്ള ഏതാണ് HP-യുടെ i3 ആയിട്ടുള്ള ലാപ്ടോപ്പ് 23,250 രൂപ ഓൺലൈൻ സൈറ്റുകളിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. നിങ്ങൾ ഈ അടുത്ത കടകളിൽ നിന്ന് സൈറ്റ് മേടിക്കുകയാണെങ്കിൽ പോലും 30,000-ന്റെ താഴെ മാത്രം വിലയുള്ള
ലാപ്ടോപ്പ് എടുത്ത് 62,000 രൂപ കാണിച്ചുകൊണ്ട് 16 ആളുകൾക്ക് ലാപ്ടോപ്പ് കൊടുക്കുക. 11ാമത്തെ ആള് ലിസ്റ്റിലുള്ള ആളുകൾക്ക് ലാപ്ടോപ്പ് കൊടുക്കാൻ തയ്യാറാവുന്നില്ല. ഇങ്ങനെ തൊട്ടത് മുഴുവൻ അഴിമതിയായിക്കൊണ്ട് അതിന് കൂട്ടു നിൽക്കുന്ന ഒരു പഞ്ചായത്ത് പ്രസിഡന്റും പഞ്ചായത്ത് ഭരണസമിതിയും CPM നേതൃത്വം നൽകുന്ന ഭരണസമിതി അംഗങ്ങളുമാണ് ഇവിടെയുള്ളത്. ഇതിനെതിരെ പ്രതിഷേധിച്ചതിന്റെ പേരിലാണ് യൂത്ത് ലീഗ് ഈ ആക്രമണം നേരിട്ടുകൊണ്ടിരിക്കുന്നത്. യൂത്ത് ലീഗിനെ ബലമായിട്ട് പിടിച്ചു മാറ്റുകയും പോലീസും സർവ്വസന്നാഹങ്ങളും ഉപയോഗിച്ചുകൊണ്ട് ഞങ്ങളെ തകർക്കാനും പ്രതിഷേധങ്ങളെ ഇല്ലാതാക്കാനുമാണ് നിങ്ങളുടെ ശ്രമമെങ്കിൽ ഇത് കൃത്യമായ സൂചന മാത്രമാണ്. നാളെ ഈ ദിവസം തൊട്ട് ഈ പ്രതിഷേധങ്ങൾ പഞ്ചായത്തിന്റെ അങ്കണത്തിൽ ആളിക്കത്തുമെന്ന് തന്നെയാണ് യൂത്ത് ലീഗിന് പറയാനുള്ളത്. ഈ പ്രതിഷേധം ഇവിടെ അവസാനിക്കുന്നില്ല. പ്രസിഡന്റ് ഒന്നോർത്ത് വെച്ചോളൂ, നിങ്ങൾ അഴിമതി നടത്തുന്നില്ല എന്ന് നായികക്ക് 40 വട്ടം പറയുമ്പോഴും നിങ്ങളുടെ മൂക്കിന്റെ തുമ്പിലാണ് ഈ കാണുന്ന അഴിമതികൾ മുഴുവൻ. കരുവാരകുണ്ട് പഞ്ചായത്തിൽ ഇത്ര പോണ ലക്ഷക്കണക്കിന് പൈസ കട്ടുകൊണ്ടുപോകുന്ന ഈ ഭരണസമിതി അംഗങ്ങളും പാർട്ടി നേതാക്കന്മാരും കുത്തിയിരിക്കുന്നത് എന്ന് ഓർത്തിരിക്കുന്നത് നല്ലതാണ് എന്ന് മാത്രമാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. ഇതിവിടെ അവസാനിക്കില്ല. ഈ പ്രതിഷേധങ്ങൾ ഇനിയും കാര്യങ്ങളൊക്കെ ബാദുഷ കൃത്യമായിട്ട് നമ്മളോട് സംവദിച്ചിട്ടുണ്ട്. ഇത് ഒരു സമരത്തിന്റെ തുടക്കം മാത്രമാണ്. ഇവിടെ ഞങ്ങള് കുറച്ചേതാനും 8-10 യൂത്ത് ലീഗുകാർ വന്നപ്പോൾ തന്നെ മുട്ടവറച്ച പ്രസിഡന്റും ഭരണസമിതിയാണുള്ളതെങ്കിൽ ഇവിടുത്തെ യൂത്ത് ലീഗിന്റെയും കരുവാരകുണ്ട് പഞ്ചായത്തിലെ മുസ്ലിം ലീഗിന്റെയും ഇവിടുത്തെ UDF സംവിധാനത്തിന്റെയും സമരച്ചൂട് തിങ്കളാഴ്ച മുതൽ ഈ പഞ്ചായത്തും ഈ CPM അറിയും. ഇനിയുള്ള നാളുകൾ നിങ്ങൾക്ക് മറക്കാൻ കഴിയാത്ത നാളുകളായിരിക്കുമെന്ന് യൂത്ത് ലീഗ് ഉറപ്പു തന്നുകൊണ്ട്